ഇലക്ഷൻ കാല കോമഡിയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നത്തെ ഇലക്ഷൻ കോമഡി തൂക്കിയിരിക്കുന്നത് മറ്റാരുമല്ല, നിലപാടുകളുടെ രാജകുമാരനായ അഖിൽ മാരാറാണ്. 30 ദിവസത്തിൽ 30 നിലപാട്, അതാണ് മാരാറുടെ ഹൈലൈറ്റ്. മാരാറും പിഷാരടിയും തമ്മിലുള്ള ചെറിയ ചെറിയ ഉരസലുകളൊക്കെ ഇതിനോടകം നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ. നമുക്ക് ഫസ്റ്റ് അതിൽ നിന്ന് തന്നെ തുടങ്ങാം. അത് മാത്രമല്ല കേട്ടോ, വേറെയും ഉണ്ട്. Helicopter, helicopter. സംഭവം എന്താന്ന് വെച്ചാൽ, തൃക്കാക്കരയിലെ NDA സ്ഥാനാർത്ഥിയായിരുന്നല്ലോ മാരാർ. എങ്ങനെയെങ്കിലും സീറ്റ് കിട്ടാൻ മാരത്തോൺ ഇന്റർവ്യൂകളാണ് കക്ഷി കൊടുത്തോണ്ടിരുന്നത്. അതിൽ ഏറെ ചർച്ചയായ ഒരു ഇന്റർവ്യൂ ഉണ്ട്. നമുക്ക് അതൊന്ന് കണ്ടിട്ട് ബാക്കി നോക്കാം. ഒരു പക്ഷേ മമ്മൂട്ടിയോ മോഹൻലാലോ മത്സരിച്ചാൽ പോലും കേരളത്തിലുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പിലോ ലോക്സഭാ തെരഞ്ഞെടുപ്പിലോ ജയിക്കില്ല. കാരണം ജനങ്ങൾ സ്റ്റാറുകളുടെ സ്റ്റാർ വാല്യൂ നോക്കിയല്ല വോട്ട് ചെയ്യുന്നത്. എപ്പോൾ നിങ്ങൾ നിങ്ങളുടെ രാഷ്ട്രീയ അഭിപ്രായം പറയുന്നു അന്ന് അവസാനിക്കും സെലിബ്രിറ്റി സ്റ്റാറ്റസും സ്റ്റാർഡവും എല്ലാം. അതുകൊണ്ട് ഇതൊന്നും വോട്ടായി മാറത്തില്ല. ആകെ കിട്ടുന്നൊരു ഗുണം 20 ദിവസം മത്സരിക്കാൻ കിട്ടുമ്പോൾ ആ 20 ദിവസം കൊണ്ട് 4 പേരുടെ മുന്നിലേക്ക് കൊണ്ട് ഫിഗർ കാണിക്കുമ്പോൾ ഇന്ന ആളാണെന്ന് പറഞ്ഞാൽ അയാളെ ഞങ്ങൾക്ക് അറിയാം, അറിയുള്ളൂ. അപ്പോൾ ഏത് സ്റ്റാറിനെ ആയാലും ഇയാളെ അറിയാം, ഇയാളെ സിനിമയിലൊക്കെ അഭിനയിച്ചെടുക്കുന്നവനല്ലേ, അല്ലെങ്കിൽ മറ്റേ TV ഷോയിൽ കണ്ടവനല്ലേ. ഇതാണ് ജനത്തിൻ്റെ ആറ്റിറ്റ്യൂഡ്. അതെന്തായാലും സത്യമാണ്. നിലപാട് എന്നൊക്കെ പറഞ്ഞാൽ ഇതാണ്. ഇവിടെ സ്റ്റാർഡം നോക്കിയല്ല ആരും വോട്ട് ചെയ്യുന്നത്. രാഷ്ട്രീയം വേറെ, സ്റ്റാർഡം വേറെ. വളരെ കറക്റ്റാണ് ആ പറഞ്ഞത്. എന്നാൽ ആ പറഞ്ഞത് അവിടെ നിൽക്കട്ടെ. ഇപ്പോൾ ഈ കാര്യം പറഞ്ഞ മാരാർ ചേട്ടൻ വേറൊരു കാര്യം കൂടി പറയുന്നുണ്ട്. നമുക്ക് അത്രടം വരെ പോയി നോക്കിയാലോ. 100 ദിവസത്തെ ബിഗ് ബോസ് കണ്ടിട്ടുള്ള ആർക്കും എനിക്ക് വോട്ട് ചെയ്യാൻ തോന്നും. ഇപ്പോൾ എങ്ങനെ ഇരിക്കണ്? ഞാൻ ആദ്യം പറഞ്ഞ കാര്യം സത്യമാണെന്ന് മനസ്സിലായില്ലേ? മാരാറിന് 30 ദിവസത്തിൽ 30 നിലപാടാണെന്നത് എങ്ങനെയാണാവോ ഇങ്ങനെ നിന്ന നിപ്പിൽ നിലപാട് മാറ്റാൻ പറ്റണേ ആവോ? അതും ഒരു മടിയും കൂടാതെ ഇളിച്ചോണ്ട് പറയും. എന്റെ പൊന്നോ, സമ്മതിച്ചു കൊടുക്കണം. അല്ല, ഞാനൊരു കാര്യം പറയട്ടെ. ഇങ്ങേരെ നിലപാട് സിംഹം എന്നല്ല, നിലപാട് ഓന്തെന്നാണ് വിളിക്കേണ്ടത്. ഇങ്ങനെ ദിവസത്തിന് നിലപാട് മാറ്റണ ഒരാളെ ആദ്യമായിട്ടാണ് കാണുന്നത് എന്നാണ് കരക്കമ്പി. എന്തായാലും ഇതിവിടെ നിൽക്കട്ടെ. ഇനി നമുക്ക് മാരാറ് പിഷാരടിയെ കുറിച്ച് പറഞ്ഞത് നോക്കാം. പിഷാരടി എന്ത് കണ്ടിട്ടാണ് ആൾക്കാർ വോട്ട് കൊടുക്കേണ്ടത്? പിഷാരടി എന്ന് പറയുന്ന വ്യക്തിയെ കണ്ട് അയാൾ കോമഡി പറയാൻ വേണ്ടിയിട്ടാണോ രാഷ്ട്രീയം? അല്ല, അയാളുടെ നിലപാടുകൾ നോക്കും, പൊളിറ്റിക്കൽ സ്റ്റാൻഡുകൾ നോക്കും. ഇന്നലകളിൽ കഴിഞ്ഞ 50 വർഷത്തിനിടയ്ക്ക് കേരളത്തിലെ ജനങ്ങൾക്കിടയിൽ അയാൾ നടത്തിയ പ്രവർത്തനങ്ങളെക്കുറിച്ച് നോക്കും. പക്ഷേ കോൺഗ്രസ് പാർട്ടിക്ക് അയാൾ പ്രിയപ്പെട്ടവനായതുകൊണ്ട് അയാൾക്കൊരു സീറ്റ് ചിലപ്പോൾ കിട്ടും. സംഭവം പുള്ളി പിഷാരടിയെ വെച്ചൊന്ന് സ്വയം താരതമ്യം ചെയ്തതാണ്. പിഷാരടി എന്റർടൈൻമെന്റ് പ്ലാറ്റ്ഫോമിൽ നിന്നും രാഷ്ട്രീയത്തിലേക്ക് വന്നു. അതേപോലെ തന്നെയാണ് ഞാനും. ഞാൻ ബിഗ് ബോസ് പ്ലാറ്റ്ഫോമിൽ നിന്നും രാഷ്ട്രീയത്തിലേക്ക് വന്നു. അതാണ് പുള്ളി അവിടെ പറയാതെ പറയുന്നത്. സ്റ്റാർഡം വെച്ച് ആരും വോട്ട് ചെയ്യില്ല. നമ്മുടെ രാഷ്ട്രീയ നിലപാട്, നമ്മുടെ കാഴ്ചപ്പാട് വെച്ച് ആളുകൾ നമുക്ക് വോട്ട് ചെയ്യുമെന്നാണ് ആശാൻ അവിടെ പറയാൻ ഉദ്ദേശിച്ചത്. പക്ഷേ പുള്ളിക്കാരൻ ഉദാഹരണത്തിനെടുത്ത ആള് ചെറുതായി ഒന്ന് മാറിപ്പോയി. രമേശ് പിഷാരടി എടുക്കാൻ പാടില്ലായിരുന്നു. കാരണം നമുക്കറിയാം, കൗണ്ടറുകളുടെ രാജാവാണ് പിഷാരടി. ഒരു കാലത്ത് സ്റ്റേജുകളിൽ കയറി കൗണ്ടറുകൾ മാത്രം പറഞ്ഞ് ജീവിച്ചിരുന്ന ആളാണ്. ആ മനുഷ്യനെയാണ് ഇമാതിരി കാര്യങ്ങൾക്ക് ഉദാഹരിക്കാൻ എടുത്തത്. എന്തായാലും അഖിൽ മാരാരുടെ ഈ സ്റ്റേറ്റ്മെന്റ് കേട്ടപ്പോൾ പിഷാരടി വെറുതെ ഇരുന്നില്ല. ഇതിന് നല്ല കിടിലൻ മറുപടി പിഷാരടി കൊടുത്തു. ഈ അഖിലിന്റെ ഒക്കെ കാര്യത്തിൽ അഖിൽ എന്നെ അദ്ദേഹത്തിനെ പോലെ അങ്ങനെ മുതിർന്ന ഒരാളൊന്നും അല്ല, ചിലപ്പോൾ എന്നെക്കാൾ ഇളയ ഒരാളായിരിക്കും. അഖിൽ പറയുന്ന കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ അദ്ദേഹം എന്നെ ശ്രദ്ധിക്കുന്ന പോലും ഞാൻ അദ്ദേഹത്തെ ശ്രദ്ധിക്കുന്നില്ല. എനിക്ക് സമയമില്ല. നിങ്ങൾ പറയുമ്പോഴാണ് എന്തായാലും പുള്ളി പറഞ്ഞെന്നൊക്കെ തന്നെ ഞാൻ അറിയുന്നത്. മാത്രമല്ല അതിനെന്തെങ്കിലും അഭിപ്രായം പറയാനും പറ്റില്ല. എന്തായാലും കുറ്റോ മോശമൊക്കെ അല്ലേ പറഞ്ഞിട്ട് അതേ പറയാൻ സാധ്യതയുള്ളൂ. അങ്ങനെ പറഞ്ഞാലും ചിലപ്പോൾ ഒരാഴ്ച കഴിയുമ്പോൾ ഞാൻ വളരെ മഹാനാണെന്നും നല്ല മനുഷ്യനാണെന്നും പുള്ളി തന്നെ തിരുത്തി പറയും. ഇപ്പം ഞാൻ ഈ പറഞ്ഞതിന് പുള്ളി എന്തെങ്കിലും അഭിപ്രായം പറയും. അതിന് നിങ്ങൾ ആരും മറുപടി ഒന്നും പറയാൻ കണ്ടിട്ട് ഒരാഴ്ച കഴിയുമ്പോൾ അത് പിന്നെയും തിരുത്തി പറയും. എന്താണല്ലേ, ഊക്കാനാണെങ്കിൽ ഇങ്ങനെ ഊക്കണം. അഖിൽ മാരാരുടെ പത്തി അങ്ങ് അടിച്ച് ഒതുക്കി കളഞ്ഞെന്ന കമന്റാണ് വീഡിയോയ്ക്ക് പുറകെ കൂടുതലും കേൾക്കുന്നത്. എന്തായാലും ഇതോടെ അഖിൽ മാരാർ ചമ്മി നാറിയെന്ന് തന്നെ പറയാം. നിസ്സാരം. ഹലോ മിസ്റ്റർ അഖിൽ മാരാർ, താങ്കൾ ഒരു കാര്യം മനസ്സിലാക്കണം. ഇത് ബിഗ് ബോസ് അല്ല, കേരള രാഷ്ട്രീയമാണ്. ബിഗ് ബോസിൽ 20 പേരോട് നാവിട്ടടിച്ച് പിടിച്ചു നിന്നതുപോലെ ഒരു കേരളത്തിലെ പിള്ളേരോട് മുടയെടുക്കരുത്. പിള്ളേരെടുത്ത് എയറിൽ കയറ്റും. അത് മാത്രമാണ് എന്റെ ഒരു അയോഗ്യത. ഇതൊക്കെ
മാരാറ് ചിന്തിക്കാതെ ഓരോന്നും വിളിച്ചു പറയുന്നതിന്റെ കുഴപ്പമാണെന്നാണ് പൊതുവേ ഉള്ളൊരു അഭിപ്രായം. അതുകൊണ്ട് മാരാരെ ഇനിയെങ്കിലും മൈക്ക് കാണുമ്പോൾ ഓരോന്നും വിളിച്ചു കൂവാതെ ഒന്ന് ശ്രദ്ധിച്ച് സംസാരിക്കാൻ ശീലിക്കണം കേട്ടോ. അല്ലാതെ ഇപ്പോഴും ബിഗ് ബോസ് മൈൻഡ് സെറ്റ് വെച്ച് കേരള രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയാൽ നിങ്ങൾക്ക് ഇപ്പോഴൊന്നും എയറിൽ നിന്ന് ഇറങ്ങാൻ പറ്റില്ല. ഉപദേശമായി കരുതണ്ട, ഒന്ന് ഓർമ്മിപ്പിച്ചെന്നേ ഉള്ളൂ. എന്നാൽ രാത്രി യാത്രയില്ല.